ഇവിടെ പ്രത്യേകം അടിവരയിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. പല രക്ഷിതാക്കളും മക്കളുമായി പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, അവരുമായി ദേഷ്യപ്പെടുന്ന സമയത്ത് ചിലപ്പോൾ അവർക്കെതിരെ പ്രാർത്ഥിക്കുന്ന സ്വഭാവമുള്ള പലരുമുണ്ട്. അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. അവർക്കെതിരെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ അതും സ്വീകരിക്കുന്നതാണ്. അങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ വിരൽ കടിക്കേണ്ട അവസ്ഥ വരും. നമുക്ക് നമ്മുടെ മുന്നിൽ അവർ നശിച്ചു തീരുന്നത് സഹോദരങ്ങളെ കാണേണ്ടി വരുന്ന ദുരവസ്ഥ ഉണ്ടാകും. പലരും അത് ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. പിന്നീട് അവർക്ക് ഖേദമുണ്ടാകും, ഞാൻ അങ്ങനെ പറഞ്ഞു പോയല്ലോ എന്ന് പറയുന്ന ഉപ്പമാരുമ്മമാരൊക്കെ ഉണ്ട്. ശരിക്കും ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തദ്ഉ അലാ അൻഫുസികും, നിങ്ങൾ നിങ്ങൾക്കെതിരെ തന്നെ പ്രാർത്ഥിക്കാൻ പാടില്ല. വലാ തദ്ഉ അലാ ഔലാദികും, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കെതിരെയും പ്രാർത്ഥിക്കരുത്. വലാ തദ്ഉ അലാ അംവാലികും, നിങ്ങളുടെ സമ്പത്തിനെതിരെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ പാടില്ല. ലാ തുവാഫിഖു മിനല്ലാഹി സഅതൻ യുസ്അലു ഫിഹാ അതാ ഫയസ്തജീബ ലക്കും, നിങ്ങൾ ചോദിക്കുന്ന ഈ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രാർത്ഥന സ്വീകരിക്കുന്ന സമയമായി ഏറ്റുമുട്ടിയാൽ, അതുമായി ഒത്തുവന്നു കഴിഞ്ഞാൽ അത് സ്വീകരിക്കപ്പെടുന്നതാണ്. ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മലക്കുകൾ ആമീൻ പറയുന്ന ചില സമയമുണ്ട്. ആ സമയത്തെങ്ങാനുമാണ് നമ്മൾ മക്കൾക്കെതിരെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വീകരിക്കപ്പെട്ടാൽ നമ്മൾ പിന്നീട് അതിന്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വരും.